എൽദോസ് ടെക് യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. ഇന്ന് നമ്മൾ Realme XT എന്ന് പറഞ്ഞ ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ക്യാമറ ടെസ്റ്റ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ Realme XT. ഇതൊരു 64 MB ക്യാമറ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു 15,000 രൂപ ടു 20,000 രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ നിലവിലെ ഏറ്റവും മികച്ചൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയാം. ഈ ഫോണിൻ്റെ ഫസ്റ്റ് വേരിയൻറ്റ്, അതായത് 15,000 രൂപയ്ക്ക് കിട്ടുന്നത്, ഒരു 16,000 രൂപയ്ക്ക്, 15,900 രൂപയ്ക്ക് കിട്ടുന്നത് 4GB റാമും 64GB ആണ്. ഇതിൻ്റെ 6GB റാമും 64GB സ്റ്റോറേജ് കിട്ടുന്നത് നമുക്ക് 16,990 രൂപയ്ക്കാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഫോണിൻ്റെ 8GB റാമും 128GB സ്റ്റോറേജ് 19,000 രൂപയ്ക്ക്, അതായത് 18,990 രൂപയ്ക്ക്. അതാണ് ഈ വേരിയൻറ്റ്. 8GB റാമും 128GB സ്റ്റോറേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങും കുക്കി റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് Realme XT. അപ്പോൾ ഇതൊരു 64 മെഗാപിക്സൽ ക്യാമറ കിട്ടുന്ന ഒരു ഫുൾ HD 6.4 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, 4000 mAh ബാറ്ററി, ഇതെല്ലാം വരുന്ന ഒരു അടിപൊളി ഫോൺ എന്ന് തന്നെ പറയാം. ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ ഉണ്ട്. ഒരു മികച്ച ഫോൺ, ഒരു Snapdragon 7 പ്രൊസസർ, ഒരു ഗെയിമിങ്ങിന് നോക്കിയാലും ഫോട്ടോഗ്രാഫിക്ക് നോക്കിയാലും പറ്റുന്ന ഒരു അടിപൊളി ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് Realme XT അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഇതിൻ്റെ ഒരു കിറ്റ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അത് നമുക്കൊരു പേപ്പർ വർക്ക് കാര്യങ്ങൾ, റിയൽമിയുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിയൽമിയുടെ ഒരു ഇത് നല്ലൊരു കേസാണ്, നല്ല കനമുള്ളൊരു കേസാണ്. നമുക്ക് സാധാരണ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേസിനേക്കാൾ നല്ലൊരു കനമൊക്കെ ഉള്ളൊരു നല്ലൊരു കേസാണ്. പിന്നെ നമുക്ക് വരുന്നത് ഫോണാണ്. വേറെ നമുക്ക് ഇതിനകത്ത് ഒന്നുമില്ല. നമ്മുടെ ഫോൺ ഇതാണ്. നമുക്ക് ഫോണിലേക്ക് വരാം. നമുക്ക് നോക്കാം. ഇതാണ് VoOCൻ്റെ ഫാസ്റ്റ് ചാർജർ. ഇതൊരു ഫാസ്റ്റ് ചാർജറാണ്. 20 വോൾട്ട് ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി ഈ ഫോണിനകത്തും നമുക്ക് ഫാസ്റ്റ് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് USB കേബിൾ നോക്കാം. അതായത് USB Type C ആണ്. Type C പോർട്ടാണ് നമുക്ക് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ USB Type C നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുമ്പോൾ എല്ലാ ഫോണുകളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളൊരു സിം ഇജക്ടർ ടൂളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇതിനകത്ത് നമുക്കൊരു 64 MB ക്യാമറ കാണാം. പിന്നെ ഒരു 8 MBയുടെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. പിന്നെ ഒരു 2 MBയുടെ ഒരു മാക്രോ ലെൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു 2 MBയുടെ പോർട്ട്ലൈറ്റ് ലെൻസ് ഉണ്ട്. അങ്ങനെ ഒരു 4 ക്യാമറ വരുന്ന സെറ്റപ്പാണ് ഈ ഫോണിന്. ഒരു 64 MBയുടെ ഏറ്റവും ഇപ്പോൾ നിലവിലെ ഈ ബഡ്ജറ്റിൽ 64 MB ക്യാമറ ഉള്ള ഒരു ഫോൺ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മികച്ചൊരു ഫോൺ തന്നെ പറയാം. നമുക്ക് ഒരു 64 MB ക്യാമറ, 48 MB ക്യാമറയ്ക്ക് ശേഷം 64 MB ക്യാമറ എത്തിയിരിക്കുകയാണ്. അതുപോലെ ഇത് ഗ്ലാസ് ബാക്കാണ് വരുന്നത്. ഇത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. കാണുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് ഫിനിഷ് പോലെ തോന്നുമെങ്കിലും ഇത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. ബാക്കിലും ഫ്രണ്ടിലും ഒരു യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷ് ഉണ്ട് ക്യാമറയ്ക്ക്. ഇത് നമുക്ക് ഫോണിൻ്റെ സൈഡൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വോളിയം ഡൗണും ബട്ടൺ കാണാം. വോളിയം പ്ലസ് ബട്ടനും ഡൗൺ ബട്ടനും കാണാം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇതിൻ്റെ സിം ട്രേ നമുക്ക് ഇവിടെ കാണാം. ഇത് ഡെഡിക്കേറ്റഡ് SD കാർഡുള്ള സിം ട്രേ ആണ്. പിന്നെ നമുക്കിത് ഇവിടെ പുറകിലായിട്ട് നമുക്ക് കാണാവുന്നത് ഇതിൻ്റെ ഒരു സ്പീക്കർ വെൻ്റ്, ഒരു Type C പോർട്ട്, പിന്നെ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും മേളിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോച്ച് കാണാം. നോച്ചിൻ്റെ മേളിലായിട്ട് നമുക്കൊരു സ്പീക്കർ, സംസാരിക്കാനുള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് പൂർത്തിയായിട്ട് ഞാൻ ഇതിനെ പറ്റി വിശദീകരിച്ച് കാണിച്ചു തരാം. നമുക്കിതിൻ്റെ സിം ട്രേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏത് രീതിയിലാണ് വരുന്നതെന്ന്. കണ്ടോ, ഇത് നമുക്ക് ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടുള്ള സിം ട്രേ ആണ്. അതായത് നമുക്ക് 2 സിമ്മും മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോറേജിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ 4GB 64GB ഈ ഫോണിന് വില വരുന്നത് 15,990 രൂപയാണ്. 16,000 രൂപയ്ക്ക് ഈ ഫോൺ വാങ്ങിച്ചാൽ പോലും. ഇതിപ്പോൾ നമ്മുടെ കാണുന്ന 8GB വേരിയൻറ്റ്, ഏറ്റവും കൂടിയ വേരിയൻ്റ് ആണ്. 8GB റാമും 128GB സ്റ്റോറേജും 19,000 രൂപയ്ക്കുള്ളത്. അപ്പോൾ ഈ ഫോൺ വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് 15,000 രൂപ വേരിയൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് പ്രശ്നമായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് ഒരു SD കാർഡ് ഇട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോൺ നമ്മളിത് ബൂട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഇതൊരു നല്ല മികച്ചൊരു ഡിസ്പ്ലേ ആണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഞാൻ പ്രതീക്ഷനേക്കാൾ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ ഡിസ്പ്ലേക്ക്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇതൊരു 6.2 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. ഒരു AMOLED ഡിസ്പ്ലേ കൊണ്ട് തന്നെ നല്ലൊരു മികച്ച ക്വാളിറ്റി നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. നല്ലൊരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ചെറിയൊരു നോച്ച് ഉണ്ടെങ്കിൽ നമുക്കതൊരു അനോരൂചികമായിട്ടുള്ളൊരു നോച്ചല്ല. നമുക്കൊരു നല്ല അങ്ങനെ ഒരു നോച്ചിൻ്റെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. ഇതിൻ്റെ Realme X എന്ന് പറഞ്ഞ ഫോണുണ്ട്. അത് ഈ ഒരു സെയിം കോൺഫിഗറേഷനാണ്. Snapdragon 710 എന്ന് പറഞ്ഞ പ്രൊസസറാണ് വരുന്നത്. ഇത് Snapdragon 712 ആണ്. കുറച്ചുകൂടെ
നല്ല പ്രൊസസ്സറാണ് 710-നേക്കാളും. അപ്പോൾ ആ ഫോണിൽ നമുക്ക് പോപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. ഏതാണ്ട് ഈ സെയിം റേറ്റൊക്കെ തന്നെയാണ് വരുന്നത്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 48 MB ക്യാമറ, ഇത് 64 MB ക്യാമറ. അങ്ങനെ ആ ഒരു 2 ഡിഫറൻസ് ആണുള്ളൂ. ഇത് കണ്ടോ, നിങ്ങൾക്ക് നല്ലൊരു വ്യൂയിങ് ആംഗിൾ ഉണ്ട് ഈ ഫോണിൽ. നിങ്ങൾക്ക് സിനിമ കാണാനാണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഫോണായിരിക്കും. നല്ലൊരു പ്രൊസസ്സറാണ് Snapdragon 712. നല്ലൊരു പ്രൊസസ്സറാണ്. നമുക്ക് Redmi K20 Pro, K20 ഒക്കെ വാങ്ങിക്കാൻ ബഡ്ജറ്റില്ലാത്തവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഫോൺ തന്നെ പറയാം ഈ ഒരു Realme XT. നല്ലൊരു ഫോണാണ്. കാര്യം ഒരു 15,000 സംതിങ് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ മോഡലിന് 19,000 രൂപ വരും. 8 GB റാം നിങ്ങൾക്ക് എന്തിനും കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ K20 Pro ഒക്കെ നമുക്കൊരു 21,000 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ പോലും നമുക്ക് അതിനകത്ത് ഒരു 6 GB റാമാണ് നമുക്കാകെ കിട്ടുന്നത്. നമുക്കൊരു 8 GB റാം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു 8 GB റാമും Snapdragon 712 പ്രൊസസ്സറും നമുക്ക് കിട്ടുന്നുണ്ട്. K20 Proയ്ക്കകത്ത് നമുക്ക് 730 ഒക്കെ പ്രൊസസ്സർ വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രൊസസ്സറിൻ്റെ ഏകദേശം ഒരേ പെർഫോമൻസ് തന്നെ ഇതും വരുന്നത്. അപ്പോൾ ഒരു നല്ല ഫോണാണ്. നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സൊക്കെ ഒന്ന് നോക്കാം. സെറ്റിങ്സിൽ നമുക്ക് എബൌട്ട് ഫോണിലും നമുക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ കളറോയ്സിൻ്റെ വേർഷൻ 6 ആണ് വരുന്നത്. റാം 8 GB ഉണ്ട്. അപ്പോൾ ഇത് 128 ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ടോപ്പ് വേരിയൻ്റ് ആണ് ഈ ഫോണിൻ്റെ. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി ഫയൽ വന്നിരിക്കുന്നത് July 5, 2019 വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് പ്രീ ഇൻസ്റ്റാൾഡ് ഒരു ടെമ്പർ ഗ്ലാസ് ഒരു ഒടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലാസും കേസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു എക്സ്ട്രാ നമുക്കൊന്നും ചിലവില്ല. നമുക്ക് ഈ ഒരു കേസിലിട്ട് ഉപയോഗിക്കാം. നമുക്ക് വേറെ പൈസ ഒന്നും നമുക്ക് എക്സ്ട്രാ മുടക്കേണ്ടതായ ആവശ്യമില്ല ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ. നമുക്ക് റെഡി ടു യൂസിനുള്ള രീതിയിലാണ് നമുക്ക് ഈ ഫോൺ കമ്പനി തരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ഇത് നമുക്ക് 1x, 2x, 5x ഇങ്ങനെ ഒപ്റ്റിക്കൽ സൂം കിട്ടും. നോർമലി 64 MB അല്ലാണ്ട് നമുക്ക് നോർമൽ ഫോട്ടോ എടുക്കാം. 64 MB നിങ്ങൾക്ക് പ്രോ മോഡിൽ ഇട്ടിട്ട് പിന്നെ ഇത് പോർട്രേറ്റ് മോഡ് അവൈലബിൾ ആണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. അതുപോലെ നമുക്ക് ഇനി ഇതിൻ്റെ വീഡിയോ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 1080p ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് 720p ഉണ്ട്. 4K റെക്കോർഡിങ്ങും പറ്റുന്നൊരു ഫോണാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോ റെക്കോർഡിങ്ങും എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. അതിൽ മൊത്തത്തിലുള്ളൊരു ഇപ്പോൾ നമ്മൾ Realme XTയുടെ ഫുൾ HD അതായത് 1080p റെസൊല്യൂഷനിൽ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഓഡിയോ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഫോണിൻ്റെ മൈക്രോഫോണിലാണ്. ജസ്റ്റ് നമ്മളത് ഒരു വെയിലുള്ള സ്ഥലമാണ്, എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്വാളിറ്റി ഇതിൻ്റെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്താണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോണിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് നമുക്ക് അത്ര വെയിലടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ക്വാളിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. 1080p ഫുൾ HD വീഡിയോ റെസൊല്യൂഷനിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നല്ല വെയിലായതുകൊണ്ട് ഇത്തിരി ക്യാമറയ്ക്കൊരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിലിൻ്റെ പ്രശ്നമാണ്. ബാക്കി നല്ല ക്വാളിറ്റി ബേസുള്ള ക്യാമറ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കണ്ടോ, അക്യുറേറ്റ് ആണ്, നല്ല സ്പീഡുണ്ട്. നമ്മൾ നോർമൽ നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ആ ഒരു നല്ല സ്പീഡ് തന്നെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് നോക്കാം. കണ്ടോ, നല്ല പെർഫോമൻസ് ആണ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ ടെക്നോളജിയാണ്. നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോബ്ലംസ് ഒന്നുമില്ല. നല്ല ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അപ്പോൾ ഓവറോൾ ഇതൊരു നല്ല ഫോണാണ്. നിങ്ങൾക്കിപ്പോൾ ക്യാമറ സാമ്പിൾസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1x, 2x, 5x സൂം ഉണ്ട്. നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതുപോലെ 16 MB ആണ് ഇതിൻ്റെ സെൽഫി ക്യാമറ. നമുക്കൊരു എന്താ പറയുക, ഒരു അത്ര മികച്ചതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു നോർമൽ നല്ല സെൽഫി ക്യാമറ തന്നെയാണ്. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു പേഴ്സണലി ഒരു റെക്കമെൻഡേഷൻ ഇതിനൊരു സെൽഫി ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. പക്ഷേ നല്ല ക്യാമറ തന്നെയാണ്. പക്ഷേ ബാക്ക് ക്യാമറ 64 MB നല്ല ക്വാളിറ്റി, നല്ല സൂമിങ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നല്ല ക്യാമറയാണ്. 4K റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. നല്ല പെർഫോമൻസ് കിട്ടുന്നൊരു ഫോണാണ്. നമുക്ക് ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പ്, 4000 mAh ബാറ്ററി ഉണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട്. ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. എല്ലാം കൊണ്ടും ഈ ഒരു പ്രൈസിൽ ഒരു അടിപൊളി ഫോൺ തന്നെ പറയാം. ഈ ഒരു പ്രൈസിൽ നമ്മൾ വേറൊരു ഫോൺ വെച്ച് ഒരു 20,000 പ്രൈസ് ആയിരുന്നു നമ്മളിപ്പോൾ Realme XT ആണ് ഇപ്പോൾ നല്ലൊരു ഫോൺ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു ടോപ്പ് ഫോൺ തന്നെ പറയാം. എല്ലാം ഒരു 20,000 ബഡ്ജറ്റ്, ഒരു 15,000 to 20,000 ബഡ്ജറ്റിൽ എല്ലാ ഒരു സ്പെക്കും കിട്ടുന്ന ഒരു ഫോണാണ്. നല്ലൊരു ഫോൺ തന്നെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്നോളജി അറിവുകൾ വീഡിയോയിൽ കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ ചെയ്യുന്നുണ്ട് ഈ ഫോണിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഫുൾ ക്യാമറ ഡീറ്റെയിൽസ് കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് റിവ്യൂസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഫോണിനെ പറ്റി മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിയൽമി എക്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള പുതിയ ഫോണുകളെ പറ്റി അൺബോക്സിങ്ങിനും കാര്യങ്ങൾക്കും വിവരങ്ങൾക്കും ആയിട്ടെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്നോളജി അറിവുകളും വീഡിയോ അത്യാവശ്യം കാണാം. അതുവരെ ബൈ.